ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും രാപ്പകൽ സമരം അതൊന്നു മാത്രം, രാപ്പകൽ സമരം അതൊന്നു മാത്രം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും രാപ്പകൽ സമരം അതൊന്നു മാത്രം, രാപ്പകൽ സമരം അതൊന്നു മാത്രം. 15 ദിവസമായി സമരത്തിലായി ഞങ്ങൾ, 15 ദിവസമായി സമരത്തിലായി, 15 ദിവസമായി സമരത്തിലായി. ഫീൽഡിലും ഹൗസിലും ഓടി നടക്കുന്ന പാവം നാശകളാണു ഞങ്ങൾ, പാവം നാശമാരാണു ഞങ്ങൾ. ഞങ്ങളുടെ ദുഃഖങ്ങൾ കാണുന്നില്ലേ പ്രിയ ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി, പ്രിയ ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി. കരിങ്കല്ല് പോൽ മനം ഇളകാതിരിക്കുമ്പോൾ ഉണരുന്നു നമ്മുടെ സമരവീര്യം, ഉണരുന്നു നമ്മുടെ സമരവീര്യം. കരുത്തായി മക്കളെ പോറ്റുവാൻ കഴിയില്ല, മറ്റൊരു ജോലിക്ക് പോകുവാൻ കഴിയില്ല, മറ്റൊരു ജോലിക്ക് പോകുവാൻ കഴിയില്ല. എന്തൊരു വിധിയാണെന്നോർത്തു നാം ആശമാർ കണ്ണീരിൽ കുതിർന്നൊരു സമരത്തിലായി, കണ്ണീരിൽ കുതിർന്നൊരു സമരത്തിലായി. 18 വർഷമായി കൂലിയില്ല, ജോലികൾ മാത്രം ചെയ്തിടുന്നു, ജോലികൾ മാത്രം ചെയ്തിടുന്നു. ഇന്നു തരും നാളെ തരുമെന്ന് പ്രതീക്ഷകൾ അർപ്പിച്ചു കാത്തിരുന്നു, നാം പ്രതീക്ഷകൾ അർപ്പിച്ചു കാത്തിരുന്നു. നമ്മുടെ പോരാട്ടം തീരണമെങ്കിലോ സർക്കാർ നീതി നടത്തിടേണം, സർക്കാർ നീതി നടത്തിടേണം. പ്രായങ്ങളേറെ കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഭാരങ്ങളൊന്നും തീരില്ല നേതാക്കളെ, ഭാരങ്ങൾ തീരില്ല നേതാക്കളെ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.